വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസ് നടത്തുന്ന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ആഞ്ഞടിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വയനാട് ഫണ്ട് വിവാദം രാഷ്ട്രീയമായി കോൺഗ്രസിന് ഗുണമാണ് ചെയ്തതെന്നും ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചർച്ചയാകാൻ ഇത് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായി പ്രതികരിച്ചത്. വയനാട്ടിലെ ഗൃഹപ്രവേശനത്തിന് നിങ്ങൾ എല്ലാവരെയും വിളിക്കാം. ഇപ്പോൾ ആരും തിരക്കുണ്ടാക്കേണ്ട. എത്രയും വേഗം വീട് പണി പൂർത്തിയാക്കി ഞങ്ങൾ അത് കൈമാറും, അദ്ദേഹം വ്യക്തമാക്കി. ഫണ്ട് ശേഖരണത്തിൽ സുതാര്യതയില്ലെന്ന വിമർശനങ്ങൾക്കെതിരെ രൂക്ഷമായ പരിഹാസമാണ് അദ്ദേഹം ഉയർത്തിയത്. നിങ്ങളുടെ ആരുടെയും ശമ്പളത്തിൽ നിന്ന് പണം തന്നിട്ടല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ടിനെ ഓർത്ത് ആരും കരയേണ്ടതില്ല. സർക്കാരിന്റെ പൊതുഖജനാവിലെ ഫണ്ട് കട്ടവരും ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ സ്വർണത്തിലും അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള പിരിവിലും കൈയിട്ടവരും ആരെന്ന് ലോകത്തിനറിയാം. അവരെക്കുറിച്ച് ബേജാറായാൽ മതി എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ താനും പ്രതിപക്ഷ നേതാവ് VD സതീശനും വനവാസത്തിന് പോകേണ്ടി വരുമെന്ന എതിരാളികളുടെ പരിഹാസത്തിന് അദ്ദേഹം മറുപടി നൽകി. അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 2001 തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തെ മറികടക്കുന്ന പ്രകടനമായിരിക്കും ഇതെന്ന് VD സതീശനും മുൻപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം UDF ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ വരാനിരിക്കുന്ന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കും, സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ UDF തൂത്തുവാരുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ അദ്ദേഹം ശരിവെച്ചു. പരാജയ ഭീതി മൂലം CPIM വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. കണ്ണൂർ ജില്ലയിലെ മയ്യിലിൽ കോൺഗ്രസ് CPIM സംഘർഷം നിലനിൽക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ മയ്യിലിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അക്രമികൾ അടിച്ചു തകർത്തിരുന്നു. ജനാലകളും ഫർണിച്ചറുകളും തകർക്കുകയും നേതാക്കളുടെ ഫോട്ടോകൾ നശിപ്പിക്കുകയും ചെയ്തു. മയ്യിൽ മുള്ളക്കൊടിയിൽ CPIM പ്രവർത്തകൻ PP പ്രകാശിന് കുത്തേറ്റ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ V കൃഷ്ണനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു പിടിവലിക്കിടയിൽ ഉണ്ടായ അപകടമാണെന്നാണ് സണ്ണി ജോസഫിന്റെ പക്ഷം. മുൻ KPCC അധ്യക്ഷൻ K സുധാകരനുമായി ബന്ധപ്പെട്ട് ഉയർന്ന കത്ത് വിവാദത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. താൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ലെന്നും ഒപ്പിട്ടിട്ടില്ലെന്നും ആവർത്തിച്ച അദ്ദേഹം ഇതൊരു രണ്ടാം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണെന്ന് വിശേഷിപ്പിച്ചു. കത്ത് വ്യാജമാണെന്ന് കാണിച്ച് സണ്ണി ജോസഫ് പരാതി നൽകിയിട്ടുണ്ട്. താൻ കത്ത് നൽകിയതാണെന്ന് തെളിയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് നടത്തിയ ഫണ്ട് ശേഖരണത്തിൽ അഴിമതിയുണ്ടെന്ന LDF ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കൃത്യമായ കണക്കുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആകെ സമാഹരിച്ച തുകയും ഭൂമി വാങ്ങാൻ ചെലവാക്കിയതുമായ ചിലവുകൾ അദ്ദേഹം വെളിപ്പെടുത്തി. ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്നുള്ള ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലൂടെയാണെന്നും അദ്ദേഹം അറിയിച്ചു. ചുരുക്കത്തിൽ വയനാട് പുനരധിവാസ ഫണ്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങളെ പ്രതിരോധിക്കുക മാത്രമല്ല, അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് സണ്ണി ജോസഫിലൂടെ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഫണ്ട് ശേഖരണത്തിലെ സുതാര്യത ചോദ്യം ചെയ്യുന്നവർക്ക് കണക്കുകൾ നിരത്തി മറുപടി നൽകുന്നതിലൂടെ പാർട്ടിയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ UDF ക്യാമ്പിലുണ്ടായ ആത്മവിശ്വാസവും കത്ത് വിവാദവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ രണ്ടാം കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞതും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കും. വികസനവും വിവാദങ്ങളും നേർക്കുനേർ നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ ഫലം ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള ജനവിധി കൂടിയായി മാറും.